ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അവിൽ ഉപയോഗിച്ചിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെളുത്ത നിറത്തിലുള്ള കനം കുറഞ്ഞിട്ടുള്ള അവിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് തരം അവിൽ വേണമെങ്കിലും ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ കനം കുറഞ്ഞ അവിലെടുത്തത് കൊണ്ടാണ് ഒരു പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. നിങ്ങൾ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള അവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള അവിലെടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. നന്നായിട്ട് വേവിച്ച് അതുപോലെ തന്നെ അത് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഉരുളെടുത്തിട്ട് ഉരുട്ടിയിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ അല്ലെങ്കിൽ പരിപ്പുവടയുടെ ഒക്കെ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ എല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ വീഡിയോസും ഒന്ന് കാണുക. അതുപോലെ തന്നെ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫ്രൈയിങ് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് എണ്ണയിലിട്ടിങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൽ പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ആ പരത്തി വെച്ചിട്ടുള്ള മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വറുത്ത് കോരാം. സാധാരണ എല്ലാവരും അവിൽ മധുരം വെച്ചിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉരുളക്കിഴങ്ങും അതിലൂടെ മിക്സായി വരുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഈ സ്നാക്ക് നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞു പോകണ്ട. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അല്ലാണ്ട് നന്നായിട്ട് ഡാർക്ക് കളറിൽ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടേസ്റ്റ് മാറും. ഒരു മീഡിയം കളറിൽ ഇതുപോലൊരു ബ്രൗൺ കളറിൽ നന്നായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറിൽ ആവുമ്പോൾ തന്നെ നിങ്ങളത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഒരുപാട് എണ്ണ ഒന്നും ഇതിനാവശ്യമില്ല. കുറച്ച് എണ്ണ തന്നെ മതി. അപ്പോൾ എല്ലാവരും വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അധികം എരിവൊന്നും ഇല്ലാത്തൊരു സ്നാക്കാണ്. അപ്പോൾ അവിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് എരിവോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അവിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.